മല്ലു സ്പോട്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വീഡിയോ കോന്നിയിലെ ആനക്കൂട്ടിലെ വിശേഷങ്ങളാണ്. അവിടുത്തെ ആനകളെയും മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീഡിയോയിൽ കാണാം. അതിൻ്റെ മുൻപിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഇത് കാണാം. ഇവിടെയാണെങ്കിൽ വെള്ളം ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു പണ്ട് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് ആനക്കുട്ടികളെ ഇറക്കിക്കൊണ്ട് വന്ന വെള്ളം കുടിപ്പിക്കുന്നതിന് അവരെ ശീലിപ്പിക്കുന്നതിനുള്ള സ്ഥലമായിരുന്നു എന്ന് തോന്നുന്നു. അതിൻ്റെ മുൻപിൽ വരുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള പാർക്ക് അവിടെയുണ്ട്. അതിൽ ബോർഡൊക്കെ കാണാം, കുട്ടികൾ മാത്രമേ പാർക്കിൽ കളിക്കാവുള്ളൂ, മറ്റുള്ളവർ കളിച്ചാൽ അവിടെ ശിക്ഷാർഹമാണെന്നൊക്കെ. പക്ഷേ അതിലെ പകുതി റൈഡുകളും കാലഹരണപ്പെട്ടതാണ്, അല്ല ഉപയോഗിക്കാനായിട്ട് കൊള്ളില്ല. അവിടെ അപ്പം പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇനി അവിടുന്ന് നമ്മൾ നേരെ എലിഫൻറ്റ് മ്യൂസിയത്തിലോട്ടാണ് പോകുന്നത്. പ്ലേ ഗ്രൗണ്ടിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എലിഫൻറ്റ് മ്യൂസിയം വളരെ അടിപൊളിയായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഭിത്തിയിലെല്ലാം മ്യൂറൽ വർക്കുകൾ നമുക്ക് കാണാം. അതായത് കേരളത്തിലെയും അതേപോലെ വടക്കേ ഇന്ത്യയിലെയും തെക്കേ ഇന്ത്യയിലെയും ഒക്കെ നമ്മളുടെ ക്ഷേത്രങ്ങളിൽ കാണുന്നത് പോലെ മ്യൂറൽ ആർട്ടാണ് അവർ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട് അത് നമ്മൾ കാണുമ്പോഴത്തേക്കും. നിങ്ങൾക്ക് കാണാം വീഡിയോയിൽ, അടിപൊളിയാണത് കാണാനായിട്ട്. അവിടെ നിന്ന് നമ്മൾ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ തലയെടുപ്പോട് പിടിക്കുന്ന ഗജരാജ വീരനാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇങ്ങനെ ആനകളെല്ലാം വെള്ളം കുടിക്കാനായിട്ട്, വേനൽക്കാലത്ത് വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങി വന്നിരിക്കുന്നതിൻ്റെ ഫോട്ടോ അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാം. അത് കഴിയുമ്പോഴത്തേക്കാണ് ഇതും അതുപോലെ തന്നെ ഒരു ആർട്ട് വർക്ക് ആരോ ചെയ്തേക്കുന്നതാണ്. ആനയെല്ലാം വേനൽക്കാലത്ത് വെള്ളം കുടിക്കാനായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന AV റൂമിലോട്ടാണ്. ഇവിടെ കാടിനുള്ളിലുള്ള വ്യത്യസ്തമായ ജീവികളുടെ സൗണ്ടുകളാണ് നമ്മൾ കേൾക്കുന്നത്. ഇനി നമ്മൾക്കത് ആസ്വദിക്കാം.
AV റൂമിലെ ശബ്ദങ്ങളെല്ലാം കേട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് പിന്നെ വ്യത്യസ്തമായ ആനകളുടെ ചിത്രങ്ങളാണ് നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത്. സന്ധ്യയാകുമ്പോൾ നടന്നു പോകുന്ന ആന, അതുപോലെ കാട്ടിലേക്ക് കയറിപ്പോകുന്ന ആനയുണ്ട്, അതിൽ ഇങ്ങനെ കൂട്ടമായിട്ട് നടന്നു വരുന്നതുണ്ട്, അതുപോലെ മുളക്കാട്ടിൽ നിന്ന് കാട്ടിലേക്ക് കയറുന്ന ഒരു ഒറ്റക്കൊമ്പൻ്റെ ഫോട്ടോയുണ്ട്, എന്തോ കണ്ട് പേടിച്ച് ഓടിപ്പോകുന്ന ആനകളുടെ രൂപമുണ്ട്. ഇത് നമുക്ക് സിനിമയിൽ ഫെമിലിയറാണ് ആ ഒരു ഫോട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പല ആനകളുടെ അടിപൊളി ചിത്രങ്ങൾ അവിടെയാണ്. ആനപ്രേമികൾക്ക് ഇത് കാണുമ്പോഴത്തേക്കുള്ള ഫീലിങ്ങിനെ കുറിച്ച് പറയാനായിട്ട് പറ്റുള്ളൂ. ആനക്കമ്പമുള്ളവർക്ക് ഇത് ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും. എന്തായാലും നല്ല രീതിയിലാണ് അതെല്ലാം അവിടെ കീപ്പ് ചെയ്ത് നമ്മൾ കാണാനായിട്ട് അവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അസ്ഥികൂടം ഒരു ഒറിജിനൽ ആനയുടെ തന്നെയാണ്. നമ്മുടെ വനപ്രദേശത്ത് തന്നെ ലഭിച്ച് ഇവരിവിടെ പ്രിസർവ് ചെയ്തേക്കുന്നതാണെന്നാണ് ഇവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. പ്രായമായ ഒരു ആന ചരിഞ്ഞപ്പോൾ അതിൻ്റെ അവശിഷ്ടത്തിൽ നിന്ന് എടുത്തതാണെന്നാണ് ഇവരിൽ നിന്ന് അറിഞ്ഞത്. അതിൻ്റെ കൊമ്പ് മാത്രമേ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വെച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഒറിജിനൽ ആനയുടെ തന്നെയാണ് എന്നാണ് അവർ പറഞ്ഞത്. ഒരാനയുടെ കീഴ്ത്താടി അല്ലെങ്കിൽ അവിടുത്തെ എല്ലാമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് അതുപോലെ ആനയുടെ തലയോട്ടിയാണ്, സ്കൾ എന്ന് പറയും. അതുപോലെ വ്യത്യസ്തങ്ങളായ ഉപകരണങ്ങളാണ്, ആനയെ പിടിക്കാനായിട്ടുള്ള വ്യത്യസ്തങ്ങളായ ഉപകരണങ്ങളും അതുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ആനയുടെ കൊമ്പിലിടുന്ന സാധനമാണ്, മുറിയാതെ പൊട്ടാതിരിക്കാനായിട്ടുള്ളത്. ഇത് ആനയുടെ കാൽമുട്ടിൻ്റെ അവിടുത്തെ എല്ലാമാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഇത് ആനയുടെ മേളിലും താഴെയുള്ള പല്ലുകളെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പല്ലുകളാണ് ആനയുടെ പല്ലുകൾ. അതുപോലെ ഇത് ചങ്ങല,
അതുപോലെ ഇത് ആനയുടെ തോട്ടി അല്ലെങ്കിൽ ആനയുടെ തലയിൽ മർമ്മത്തിലിടുന്ന തോട്ടിയാണ്. അങ്ങനെ വ്യത്യസ്തങ്ങളായ ഉപകരണങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ആനയുടെ ഓലയും അതുപോലെയുള്ള സാധനങ്ങൾ വെട്ടാൻ ഉപയോഗിക്കുന്ന കത്തി. ഇത് പല സൈസിലും പല തരത്തിലുമുള്ള ഹുക്കുകൾ അല്ലെങ്കിൽ ആനയെ പിടിക്കാനായിട്ട് ഒരു ആനയെ വാരിക്കുഴിയിൽ ചാടിച്ച് മറ്റൊരു ആനയുടെ സഹായത്തോടെ അതിനെ അതിൽ നിന്ന് കയറ്റി, അതായത് ആനയിൽ പാപ്പന്മാർ ഇവിടുന്ന് പോയിട്ട് ആനയെ പിടിച്ച് ആനക്കൂട്ടിലോട്ട് കൊണ്ടുവരുന്ന ഒരു സീനാണ് ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് കുഴിയിൽ വീണ ആനയെ 2 കൂക്കിയാനയുമായിട്ട് പോയി അതിനെ അവിടെ നിന്ന് കയറ്റി അതിനെ നേരെ കൊണ്ടുവന്ന് ആനക്കൂട്ടിൽ കയറ്റുന്ന ആ സീനാണ് ഇത്. ഈ ആന അടിപൊളിയാണ്. നമ്മൾ സർക്കസിനൊക്കെ പോയി കാണുമ്പോഴത്തേക്ക് അവിടെ ആനയുടെ പ്രകടനം പോലെയാണ്. ഇവൻ ഫുൾ ടൈം ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ച് വൈബ് മൂഡിലാണ്, ചില്ല് മൂഡിലാണ് ഇവൻ നിൽക്കുന്നത്. എല്ലാവരും അതിൻ്റെ അടുത്ത് വന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ഇത് നമ്മളിൽ നിന്നെല്ലാം വിട്ടുപിരിഞ്ഞു പോയാൽ കഴിഞ്ഞ ഇടയ്ക്ക് ചെരിഞ്ഞ നമ്മുടെ കൊച്ചയ്യപ്പനാണ് ഈ ക്ലിപ്പിൽ കാണിക്കുന്നത്. അങ്ങനെ ആനകളെയൊക്കെ കണ്ട് അവരുടെ കുസൃതിയുമെല്ലാം ആസ്വദിച്ചതിന് ഫോട്ടോയും സെൽഫിയും ഒക്കെ എടുത്തതിന് ശേഷം ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ എലിഫൻ്റ് ആർട്ട് ഗാലറിയിലാണ്. അവിടെ എന്തൊക്കെയാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കണ്ടിട്ട് വരാം. അതുപോലെ ഇവിടെ നമ്മൾ കാണുന്നത് ഇവിടുത്തെ വനശ്രീ എക്കോ ഷോപ്പാണ്. ഇതിൻ്റെ വിലവര പട്ടികയും ഇനി ആ ഷോപ്പിനുള്ളിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അതോടുകൂടി ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്.
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.